ഗ്രോസറി സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ആസ്പരാഗസ് നമ്മുടെ സ്റ്റൈലിൽ ഒരു തോരനാക്കി എടുക്കാം. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഒരു ബഞ്ചായിട്ടാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. അതിൻ്റെ താഴോട്ടുള്ള കട്ടിയുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം നൈസായിട്ട് തോരൻ്റെ പരുവത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് അതിലോട്ട് കുറച്ച് സവാളയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആസ്പരാഗസ് ഇതുപോലെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മളൊരു ബീൻസിനൊക്കെ കട്ട് ചെയ്ത പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കുകയേ ചെയ്യരുത്. ഇതിനകത്തുനിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് കുക്കായി വന്നു കഴിയുമ്പോൾ തുറന്നു വെച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് അരപ്പായിട്ട് തേങ്ങാപ്പീരയും ചതച്ച വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചിക്കി തോർത്തി എടുത്താൽ നമ്മുടെ തോരൻ റെഡിയാണ്. സാധാരണ തോരൻ പോലെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. എനിക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് അറിയില്ല. ഇത് ഹൈ ഇൻ ഗ്ലൂട്ടാതയോൺ ആണ്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണേ.